പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയ വിസിയുടെ തീരുമാനത്തിൽ നടപടിയുമായി ഗവർണർ. തീരുമാനം റദ്ദാക്കാൻ ഗവർണർ നിർദ്ദേശം. സസ്പെൻഷൻ പിൻവലിച്ചതിൽ വിശദമായ റിപ്പോർട്ടും ഗവർണർ ആവശ്യപ്പെട്ടു. സിദ്ധാർത്ഥിന്റെ കേസിൽ നീതി കിട്ടുമോ എന്ന് സംശയമെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് ജനം ടിവിയോട് പറഞ്ഞു. സർക്കാരിന് ചെയ്യേണ്ടത് ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് എല്ലാവരുടെയും മൂടിക്കെട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണം. CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അതിനെ അംഗീകരിച്ചു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഉടൻ അംഗീകരിക്കുമ്പോൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവരത് ഏകദേശം 90% വിജയിച്ചു. അപ്പോൾ ഈ CBI അന്വേഷണം വരുത്തിയിട്ട് വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്താണ് സംഭവിക്കുന്നതെന്ന് സർക്കാരിന് നല്ലവണ്ണം അറിയാം. കാര്യം ഒന്ന് എല്ലാവരും മൂടിക്കെട്ടും. ഈ സർക്കാരും ഈ മീഡിയയും, പ്രത്യേകിച്ച് മീഡിയയും പത്രവും, അത് കഴിഞ്ഞിട്ട് അടുത്ത രാഷ്ട്രീയക്കാരാരാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പേരും കക്ഷി രാഷ്ട്രീയം നോക്കാതെ എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിന്ന എല്ലാവരുടെയും മൂടിക്കെട്ടുക. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ മൂടിക്കെട്ടുക. അതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. കുടുംബത്തിൻ്റെ മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിന് ആവശ്യമില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താ ആവശ്യമെന്ന് സർക്കാർ ചോദിക്കും. അതുകൊണ്ട് നമ്മുടെ മൂടിക്കെട്ടി ഏറെക്കുറെ അവർ വിജയിച്ചു. ഒരാഴ്ച വരെ അവർ മൂടിക്കെട്ടി വെച്ചു. ആ സമയം ഈ ഒരാഴ്ച മതിയായിരുന്നു അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പോലീസ് അന്വേഷണം അവർ മതിയാക്കി വെച്ചു. അന്ന് തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അന്ന് രണ്ടുപേരെ അന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അതോടുകൂടി അതങ്ങ് മതിയാക്കി വെച്ചു. അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അന്വേഷണം നമ്മൾ അന്വേഷിക്കുന്നതോറും അത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കിട്ടുന്നതല്ലാതെ വേറൊരു ഇതുമില്ല. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ റദ്ദാക്കിയ വിസിയുടെ തീരുമാനത്തിൽ എന്തായാലും ഗവർണർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തീരുമാനം റദ്ദാക്കാൻ തന്നെയാണ് ഗവർണറുടെ നിർദ്ദേശം. അതോടൊപ്പം സിദ്ധാർത്ഥിന്റെ അച്ഛൻ ജയപ്രകാശ് നമ്മോട് പങ്കുവയ്ക്കുന്നത് അന്വേഷണം സുതാര്യമായി നടക്കുമോ എന്നുള്ള കാര്യമാണ്. അതായത് നീതി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. താൽക്കാലികമായി മുഖം രക്ഷിക്കാനുള്ള ഒരു അടവ് നയം മാത്രമായിരുന്നു സംസ്ഥാന സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ CBI അന്വേഷണത്തിന് സമ്മതം മൂളിയത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പ്രതികളെ രക്ഷിക്കുന്നതിനുള്ള നടപടികൾ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളൊരു ആരോപണമാണ് അച്ഛൻ ഉന്നയിക്കുന്നത്. രോഹിണി, അത് തന്നെയാണ് കടുത്ത ആരോപണം, ഒപ്പം തന്നെ കടുത്ത വിമർശനമാണ് സംസ്ഥാന സർക്കാരിനെതിരെ സിദ്ധാർത്ഥന്റെ കുടുംബം ഇപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. കേസ് തേച്ചു മായ്ച്ചു കളയാൻ, സിദ്ധാർത്ഥന്റെ കൊലപാതക കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത്. മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെയും കുടുംബത്തിനെയും വായടപ്പിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ തലത്തിൽ നടന്നത്. മുഖ്യമന്ത്രി ഇതിന് കൂട്ടുനിന്നു എന്നൊരു വിമർശനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ഭാഗത്ത് നിന്ന് അല്പസമയം മുമ്പ് ജനം ടിവിയുടെ അടക്കം പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറയും. കേസന്വേഷണം CBIക്ക് വിട്ട് കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് ഔദ്യോഗികമായി സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുന്നത്. പക്ഷേ ആ തീരുമാനമെടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴും കൃത്യമായൊരു അന്വേഷണത്തിലേക്കോ അല്ലെങ്കിൽ CBI അന്വേഷണത്തിന്റെ നടപടികളിലേക്കോ സർക്കാർ കടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകേണ്ട കത്തോ മറ്റ് രേഖകളോ ഒന്നും തന്നെ കൈമാറിയിട്ടുമില്ല. ഇവിടെയാണ് കുടുംബം ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി രംഗത്തെത്തുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് നീതി തേടിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഹൗസിലേക്ക് കുടുംബ പ്രതിഷേധ മാർച്ച് നടത്തുമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം പങ്കുവച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ 33ഓളം വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരിട്ടും അല്ലാതെയും ഒക്കെ പങ്കുള്ള വിദ്യാർത്ഥികൾ. ഈ വിദ്യാർത്ഥികളെ തിരിച്ചെടുക്കാനായി ഔദ്യോഗികമായി തീരുമാനം അല്ലെങ്കിൽ അതിൽ ഔദ്യോഗികമായി ഒരു നടപടിയിലേക്ക് സർവകലാശാല VC കടന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതടക്കം തെളിവുകൾ നശിപ്പിക്കാനും ഒപ്പം തന്നെ കുറ്റക്കാരെ സംരക്ഷിക്കാനുമാണ് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. ഈ വിഷയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കാണുമെന്നും ഇപ്പോൾ സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് ജനം ടിവിയോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കേസിൽ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ കൃത്യമായ നടപടികളിലേക്ക് ചാൻസലർ കൂടിയായ ഗവർണർ കൂടി കടക്കുകയാണ്. ഈ റദ്ദ് ചെയ്ത് അല്ലെങ്കിൽ സസ്പെൻഷൻ റദ്ദാക്കി തിരികെ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ ഒരു നടപടി, ആ സസ്പെൻഷൻ റദ്ദാക്കിയ നടപടി പൂർണ്ണമായും മരവിപ്പിക്കാനുള്ള നടപടിയിലേക്ക് ഗവർണർ കൂടി കടന്നിട്ടുണ്ട്. വിശദമായ വിവരങ്ങൾ റിപ്പോർട്ട് രൂപേണ നൽകണമെന്നൊരു ആവശ്യം കൂടി VCയോട് ഗവർണർ അറിയിച്ചിട്ടുമുണ്ട്. ഇനി എന്ത് നടപടികൾ ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകും, ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള റിപ്പോർട്ട് VC നൽകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം ഈ നീതി തേടി ഈ കുടുംബം മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. 2:30യോടുകൂടി കേന്ദ്രമന്ത്രി V മുരളീധരൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അല്പസമയത്തിനകം തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് നേരിട്ടെത്തി അദ്ദേഹത്തിന്റെ വ്യാകുലതകൾ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിന് ഒരു രീതിയിലുമുള്ള വിട്ടുവീഴ്ചയില്ല. മുഖ്യമന്ത്രി കുടുംബത്തെ വഞ്ചിച്ചു എന്നൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ജയപ്രകാശും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും.
ശരി, എസ് ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.